മാതാവിനും അമ്മയ്ക്കും 100,000 നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് PV ബാബു. ഞങ്ങളുടെ സ്വദേശം കോട്ടയത്താണ്. ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ തൃശ്ശൂരാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ റെയിൽവേയുടെ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസറാണ്. ഞങ്ങൾക്ക് അമ്മയിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത്. എനിക്ക് ഒരു 30 വർഷത്തോളമായിട്ട് ഒരു അലർജിയുടെ ചുമയുണ്ടായിരുന്നു. ഈ ചുമ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ആ ചുമ ഒട്ടും തന്നെ ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഈ വെരിക്കോസ് വെയിൻ ഇവിടുത്തെ നേർച്ച വസ്തുവായ വിശുദ്ധ തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നിയോഗത്തിൽ പ്രാർത്ഥനാപൂർവം മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു പുതിയ ഭവനം നൽകണമേ എന്ന്. അതനുസരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗപ്രകാരം ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായ ഒരു വീട് ഞങ്ങൾക്ക് ആലുവയിൽ സെറ്റിലായി കിട്ടി. ഞങ്ങളതിന് ഏകദേശം 35 ലക്ഷം രൂപയോളം അഡ്വാൻസ് ചെയ്തു. അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി വേറെ ഒരു ബാങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഈ സെയിൽ ഡീഡിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷേ ഞങ്ങളുടെ ലാൻഡ് ഓണർ ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു തരാൻ യാതൊരു മാർഗവുമില്ല. ആ അവസ്ഥയിലിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വിഷമമൊന്നും തോന്നിയില്ല. ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ട്, ഞങ്ങൾ ഉടമ്പടിയിലാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഞങ്ങൾ 100% അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥനാപൂർവം ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിൻ്റെ ആ അറ്റാച്ച്മെൻറ്റ് മാറ്റിക്കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ പോയി പുതിയ EC എടുത്തു. അടുത്ത 30 വർഷത്തേക്കുള്ള EC എടുത്തപ്പോഴും ഈ അറ്റാച്ച്മെൻറ്റ് അവിടെ തന്നെയുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ അറ്റാച്ച്മെൻറ്റ് കോടതി മുഖേന വന്നിരിക്കുന്നതാണ്, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയെങ്കിൽ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ എറണാകുളത്തുള്ള ഹൈക്കോടതി വക്കീലിനെ കാണുകയും അദ്ദേഹത്തിന് കേസ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കേസ് ഏൽപ്പിച്ചു കൊടുത്ത് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, അമ്മയോട് ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കേസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അതനുസരിച്ച് ഞാനിവിടെ വന്നു, അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് കാശുരൂപവും തന്നു. ആ കാശുരൂപവും ഉപ്പ് നേർച്ച വസ്തു ഉപ്പും ഞാൻ ആ വസ്തുവിൽ കൊണ്ട് വിതറുകയും ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിൽ ഞാൻ ചെല്ലുകയും ആ ബാങ്ക് മാനേജർ പറഞ്ഞു, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിക്ക് ലോൺ കൊടുക്കാൻ സാധിക്കത്തില്ലല്ലോ, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ അന്വേഷണത്തിനുണ്ടായില്ലല്ലോ, അങ്ങനെ ഉണ്ടോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവിടുത്തെ ബാങ്ക് മാനേജർ രജിസ്റ്റർ ഓഫീസിൽ പോയും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ രേഖകളും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ അവിടുത്തെ രജിസ്ട്രാർ തന്നെ പറഞ്ഞു, ഈ പ്രോപ്പർട്ടിയിലല്ല അറ്റാച്ച്മെൻ്റ് ഉള്ളത്, അത് വേറൊരു പ്രോപ്പർട്ടിയിലാണ്, അത് മാറി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, അമ്മ മാത്രം ഇടപെട്ടതുകൊണ്ട് ഈ വലിയൊരു വിപത്തിൽ നിന്നും ഞങ്ങളെ അമ്മ രക്ഷിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ ഞങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ പാരൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുണ്ടായിരുന്നു, വൈഫിൻ്റെ മദറും ഫാദറും ഉണ്ടായിരുന്നു. 3 പേരും രോഗികളായിരുന്നു. 3 കുട്ടികളും വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകണം. അപ്പോൾ വീട്ടിൽ ഒരു കാര്യം നോക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായില്ല. അപ്പോൾ അത്രയും ഞങ്ങൾ ടെൻസ്ഡ് ആയിരുന്നു. ആ സിറ്റുവേഷനിലാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കടന്നു വരികയും കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ അമ്മ വഴിയായി ഈശോയിൽ നിന്ന് നേടിത്തന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് മിനി, ഇദ്ദേഹം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്യുന്ന തൃശ്ശൂരാണ് ഞങ്ങൾ 2 പേരും. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 2019 ഏപ്രിൽ 14-ാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഉടമ്പടി എടുത്ത് ആ 90 ദിവസത്തിനകം തന്നെ
എനിക്ക് 30 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന അതികഠിനമായ തലവേദന. ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എനിക്ക് കണ്ണാടി ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത്. അതികഠിനമായ തലവേദന മൂലം എനിക്ക് ഒരു 11 മണിക്ക് തലവേദന തുടങ്ങിയാൽ രാത്രി ഉറങ്ങി നേരം എടുത്ത് എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ആ തലവേദന എനിക്ക് മാറിയിട്ടുണ്ടാവുള്ളൂ. അത് വളരെ കാലമായിട്ട് തുടർന്നിരുന്നു. അതുപോലെ പെട്ടെന്ന് ജലദോഷം വരും, പനി പിടിക്കും. പനി കഴിഞ്ഞാൽ പിന്നെ ചുമയായിരിക്കും. അത് 1 മാസത്തോളം നീണ്ടു നിൽക്കും. വയറിന് അസ്വസ്ഥതകളുണ്ടായിരുന്നു, ദഹനക്കേടുണ്ടായിരുന്നു, ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല, വിശപ്പുണ്ടായിരുന്നില്ല, അത് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായ അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ എങ്ങനെയോ സാധിക്കും, വീട്ടിലെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നതിനേക്കാൾ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം എനിക്ക് നോക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എനിക്കുള്ള ആശ്വാസം, ഞാൻ ജോലി ചെയ്ത് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഗുണമുണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങോട്ട് കടന്നു വന്നത്. പക്ഷേ ആ 90 ദിവസത്തിനകം എൻ്റെ എല്ലാ അസ്വസ്ഥതകളും കർത്താവ് എടുത്തു മാറ്റി. അതുകൊണ്ട് തന്നെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അന്ന് മുതൽ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. എനിക്ക് യാതൊരു തെളിവും വേണ്ടിയിരുന്നില്ല. മറ്റൊന്ന്, എൻ്റെ ഞാൻ ഈ വെച്ചിരിക്കുന്ന 2017 വെച്ചതാണ്. അതിന് തൊട്ട് മുമ്പ് വരെ വർഷം തോറും എൻ്റെ കണ്ണാടി മാറ്റണമായിരുന്നു. കണ്ണാടി മാറ്റണമെന്ന് മാത്രമല്ല, പുതിയ കണ്ണാടി വെച്ചാലും എനിക്ക് കണ്ണിന് അസ്വസ്ഥതയായിരിക്കും. അടുത്ത മാസം തന്നെ വീണ്ടും ഞാൻ കൺസൾട്ട് ചെയ്യും. പക്ഷേ എനിക്ക് കണ്ണിന് സ്വസ്ഥത ഉണ്ടാവില്ല. ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യേ, ലീവുള്ളൊരു ദിവസം വീണ്ടും വരൂ, കറക്റ്റ് പവർ ചെക്ക് ചെയ്തിട്ട് കണ്ണാടി മാറ്റാം. ആ അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കണ്ണിന് യാതൊരുവിധ അസ്വസ്ഥതകളും എനിക്കില്ല. ഈ കണ്ണാടി എനിക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട്, കാരണം ഇതെൻ്റെ സാക്ഷ്യമാണ്. ഈ കണ്ണാടി എന്നെ ഓർമ്മിപ്പിക്കും, നീ ഏതവസ്ഥയിലായിരുന്നു മുമ്പെന്ന്. എന്നെ കൂടുതലും ഞങ്ങൾ വിശദീകരിക്കപ്പെട്ടു, എളിമപ്പെട്ടു. എനിക്ക് അതികഠിനമായ ദേഷ്യവും വാശിയും ഉണ്ടായിരുന്ന ആളായിരുന്നു. എന്നൊരാൾ വിഷമിപ്പിച്ചാൽ ഞാൻ മരണം വരെ മറക്കാത്തൊരു മനസ്സായിരുന്നു എൻ്റേത്. ഞാൻ അവരോട് പ്രതികാരം ചെയ്യില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും ആയില്ല. പക്ഷേ എല്ലാവരോടും ക്ഷമിക്കാനും വാശി ഉപേക്ഷിക്കാനും എളിമപ്പെടാനും എന്നെ കർത്താവ് പഠിപ്പിച്ചു. അമ്മ എന്നെ പരിശീലിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി. എൻ്റെ മക്കൾ എന്നോട് എതിര് പറഞ്ഞാൽ അവരോട് സംയമനത്തോടെ പെരുമാറാൻ എനിക്ക് സാധിക്കും. എന്നെ ഒരാൾ പരിഹസിച്ചാൽ ഞാൻ താഴ്മപ്പെട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ പൊസിഷനെ പറ്റി എനിക്ക് ഒരിക്കലും അഹങ്കാരം തോന്നാതിരിക്കാൻ എന്നെ കർത്താവ് എപ്പോഴും എളിമപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഒന്നുമല്ല, ഞാൻ വളരെ നിസ്സാരയാണെന്നുള്ള ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ട്. രോഗികളായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ഞങ്ങൾ ആദ്യമൊക്കെ ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഓരോ സീറ്റിലും ഈ പത്രം വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പറ്റി തന്നെ കുറച്ചിൽ തോന്നിയിട്ടുണ്ട്. അക്രൈസ്തവ സഹോദരങ്ങൾ എത്രയോ പേര് ഈശോയ്ക്ക് സാക്ഷികളായിട്ട് തെരുവിൽ നിന്ന് പത്രം കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനിയായി ജനിച്ച ഞങ്ങൾ നാണക്കേട് തോന്നി ഈശോയെ കൊടുക്കാൻ പത്രം അവിടെ ഇവിടെ വെച്ചിട്ട് പോയല്ലോ എന്നോർത്ത് ഞങ്ങൾ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അത് ഈശോയോട് മാപ്പ് ചോദിക്കുന്നു, അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പത്രം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ബസ് സ്റ്റോപ്പുകളിൽ പോയി നിൽക്കും. ബസ് ഇറങ്ങുമ്പോഴും ബസ് കയറാനായിട്ടും വരുന്ന സഹോദരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പത്രം വച്ച് നീട്ടും. ചിലർ വേണ്ടെന്ന് പറയും, പക്ഷെ ഞങ്ങൾക്ക് സങ്കടമൊക്കെ തോന്നും. പക്ഷെ സാരമില്ല, അത് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നത് അത്രയെങ്കിലും ആണല്ലോ എന്നാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വാങ്ങിക്കുന്നവർ ഈശോയെ നേടാൻ യോഗ്യതയുള്ളവർക്ക് ഈ പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പത്രം കൊടുക്കുന്നത്. എത്ര പത്രം കൊടുത്താലും എനിക്കിപ്പോൾ തൃപ്തി വരില്ല. അങ്ങനെ തന്നെ തുടർന്നും പത്രം വിതരണം ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം ബസ് സ്റ്റോപ്പുകളിൽ പല മേഖലയിൽപ്പെട്ട ആളുകൾ വരും, പല സങ്കടങ്ങളുള്ളവരുണ്ടാകും, ജീവിത പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സ്ഥലം ബസ് സ്റ്റോപ്പാണെന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തോത്രം. സങ്കീർത്തനം 37 തിരുവചനം 4 മുതൽ അരുളി ചെയ്യുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ഇവിടെ
ഈ ദമ്പതികൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നു തങ്ങൾ, അതായത് ജോലിയുള്ള മക്കളാണ്, ഒരാൾ റെയിൽവേയിലും ഒരാൾ ബാങ്കിലും. തങ്ങൾക്ക് ജോലി ഇല്ലാതിരുന്നിട്ടോ പൈസയുടെ കുറവുണ്ടായിട്ടോ ഒന്നുമല്ല, എന്നാൽ ജീവിതത്തിൽ ഒരു ശൂന്യത, അത് രോഗത്തിൻ്റേതുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങൾ ശരിക്കും നിർവഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ശൂന്യത. ഈ ഒരു അവസ്ഥയിൽ 2019 മുതൽ ഇവിടെ വരുന്ന കുടുംബം ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമേ അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഇപ്പോഴെങ്ങനെ തീഷ്ണതയോടെ ചെയ്യുന്നു. കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന കുറേ മക്കൾ ഇന്ന് കൃപാസനത്തിൻ്റെ ഉടമ്പടിയിലൂടെ പുതിയതായി തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന അനുഭവങ്ങളാണ് നാം ഓരോ പ്രാവശ്യവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും കൃപകളും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. 20 വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ ഹസ്ബൻഡ്, അതായത് PV ബാബു എന്ന ഈ മകന് ഉണ്ടായിരുന്ന അലർജി കഫ്, അതുപോലെ തൻ്റെ വേരിക്കോസ് വെയിൻ അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതുപോലെ തങ്ങൾക്ക് ഒരു ഭവനം, ആ ഭവനം വാങ്ങുന്നതിനുള്ള പൈസയൊക്കെ തങ്ങൾ കൊടുക്കുന്നു 35 ലക്ഷം, പിന്നീട് അതുമൂലം വന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തനിക്ക് എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മ നേരിട്ടിടപെട്ട് ഈശോയോട് പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ കൃപകളാക്കി മാറ്റിയ അനുഭവങ്ങളാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. വീണ്ടും മിനിയാണെങ്കിൽ ആ മകളുടെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച, അതായത് താനെന്ന വ്യക്തി ആരാണെന്ന് തനിക്ക് ബോധ്യം ലഭിച്ചു. ഈ ഒരു ബോധ്യം അതൊത്തിരിയേറെ ജീവിതത്തിൽ നമ്മെ വളർത്തുന്നതാണ്. അതായത് നാം ആരാണെന്നറിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ പിന്നീട് നമുക്ക് നിൽക്കുവാനായിട്ട് എളുപ്പമുണ്ട്. നമ്മെ തന്നെ മാറ്റുവാൻ, ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മെ കൂടുതൽ ചേർത്ത് നിർത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് 37:4 തിരുവചനങ്ങൾ അരുളി ചെയ്തതുപോലെ കർത്താവിന് ഫരമേൽപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും. ആ ഒരു കൃപ തനിക്ക് കിട്ടിയെന്നാണ് ഈ മകൾ പറയുക. 35 വർഷത്തോളമായി തനിക്കുണ്ടായിരുന്ന പല സ്വഭാവ സവിശേഷതകൾ, അത് മറ്റുള്ളവരെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നതും തനിക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്നതുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് താൻ ഒന്നുമല്ല, തൻ്റെ പൊസിഷനുമൊക്കെ തനിക്കുണ്ട്. എന്നാൽ ഇന്ന് ആ പൊസിഷനിലൂടെ എത്രയേറെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് തനിക്ക് കഴിയുന്നു. തൻ്റെ കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ, താനുമായി ബന്ധപ്പെടുന്നവർക്ക് കർത്താവിനെ കൊടുക്കുവാൻ ആ മകൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. തൻ്റെ 30 വർഷം പഴക്കമുള്ള നിരന്തരമായ തലവേദന, അതുപോലെ കണ്ണട, അതൊക്കെ താൻ ഉപയോഗിക്കുമ്പോഴുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇന്നിപ്പോൾ എത്ര നാളായി. ഓരോ കണ്ണടയും മാറി മാറി ഉപയോഗിച്ചിരുന്നാലും തനിക്ക് പവർ ശരിക്ക് കിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ എങ്ങനെ എത്ര വർഷങ്ങളായി ഇപ്പോൾ ഒരേ സ്പെക്സ് തന്നെ താൻ ഉപയോഗിക്കുന്നു. അതുപോലെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ 25 വർഷമൊക്കെ ആയിട്ട് തനിക്കുണ്ടായിരുന്ന മറ്റു ചില അസ്വസ്ഥതകൾ. അങ്ങനെ നാം ഇന്ന് നോക്കുമ്പോൾ ജീവിതത്തിൽ ഈ മക്കൾ ഇവിടെ വന്ന് പറയുക തങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അതിൻ്റെ അർത്ഥം നാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുക എന്നതിനേക്കാൾ ഉപരി ഈ മകൾ തന്നെ ഇവിടെ പങ്കുവെച്ചു. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയമാണിത്, ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാനത് ഒരിക്കലും അവിശ്വസിക്കില്ല. എനിക്കൊരിക്കലും മാറാതിരുന്ന പല രോഗങ്ങളും എനിക്ക് മാറുമ്പോൾ അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൻ്റെ ഒരു പവിത്രതയായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്നൊക്കെയാണ് ഈ മകൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് സമുദ്രത്തിലൂടെ കടന്നു പോയാലും അത് നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. യെശയ്യാ 43 നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ ആകുമെന്നല്ല, സമുദ്രത്തിലൂടെ നടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ദൈവം പറയുക. പക്ഷേ നദി നമ്മെ മുക്കിക്കളയില്ല. അതുപോലെ അഗ്നിയിലൂടെ നടക്കില്ല എന്നല്ല, നമുക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ട്. ഉടമ്പടി എടുത്താൽ പരിപൂർണമായിട്ട് നമുക്കെല്ലാം ഇപ്പോൾ തന്നെ നമുക്കെല്ലാം ലഭിക്കുന്നു എന്നുള്ളതല്ല. എന്നാൽ ആ ജ്വാല നമ്മെ ദഹിപ്പിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ കരം നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ ഒരു അനുഭവമാണ് ആത്മാവിനും
ശരീരത്തിനും വ്യക്തികൾക്കുണ്ടാകുന്നത്. ഇന്ന് തങ്ങളുടെ കുടുംബത്തെ ആകമാനം ഉടമ്പടി എങ്ങനെയാണ് ഉടനടി പരിഹാര മാർഗമായിട്ട് തങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് ഈ മക്കൾ പങ്കുവയ്ക്കുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന പരിശുദ്ധ അമ്മയുടെ തിരുവചനം ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഇന്ന് ഈ മക്കൾ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. നമുക്ക് എല്ലാറ്റിനും നന്ദി പറയാം. കരങ്ങളടിച്ച് ഇവരോടൊപ്പം നമുക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.